ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ട്യൂലിപ്പ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ കളർ പേപ്പർ അല്ല എടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ക്രേപ്പ് പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ആ പേപ്പർ വീഡിയോയിൽ കണ്ട അളവിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ മടക്കി കൊടുത്ത് രണ്ട് സൈഡും ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരു ബൊക്കെ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ട്വിസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിഭാഗം പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ 6 പീസ് ഉണ്ടാക്കിയെടുക്കണം. 3 ചെറുതും 3 വലുതും. ആദ്യം നമ്മൾ വീഡിയോയിൽ അതിന് മെഷർമെന്റ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു അളവിനടുത്ത് ചെയ്താൽ മതി. ഇനി നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ക്രേപ്പ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റ് പേപ്പർ വെച്ചതിന് ശേഷം നമ്മളുടെ സ്റ്റെം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇതേപോലെ നമ്മളൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഗ്രീൻ ടാപ്പ് കൂടെ വെച്ചിട്ട് ആ ഒരു സ്റ്റെം കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പെറ്റൽസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ 3 പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വലിയ 3 അതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ പെറ്റൽസ് ഉണ്ടാക്കി എടുത്തതിന് ശേഷം അതൊന്നിങ്ങനെ വലിച്ചു കൊടുക്കണം. ഈ ക്രേപ്പ് പേപ്പർ എന്ന് പറയുമ്പോൾ തന്നെ വലിയല്ലോ, അപ്പോൾ അതൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. ഇനി നമുക്ക് 2 ലീവ്സും കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്യൂലിപ്പിൻ്റെ പരിപാടി ഇവിടെ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.